എടാ വാഷിംഗ് മെഷീനിടാ നിന്റെ തുണിയൊക്കെ എടുത്തോണ്ട് വന്നാണേ. എടാ ഒരു ബാൻഡേജ് ആടാ, പെട്ടെന്ന് കൊണ്ട് വരീണ്ടാ. നിന്നെ അടിച്ചവനെ ഞാൻ എന്റെ M416 വെച്ച് കൊടുത്തിട്ടുണ്ട്. യോമാരനോട് അവിടെ എന്ത് ചെയ്യണത്? കൊറേ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിട്ട് തീരണില്ലല്ല. അടിയണവന ഫോണിൽ കുത്തക്കോ. അവന്റെയൊക്കെ ഒരു ഫോണിൽ കുത്തക്കാം. പൊട്ടിച്ചേ അച്ഛന്റെ ഫോൺ തന്നെ. ഓ യവന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തോണ്ടേ കളിക്ക് അച്ഛന്റെ ഫോണാ എടുത്ത. എന്റെ ഫോണ് ഇനി ഞങ്ങൾ സ്കൂളില് പ്രമദനവനം വീണ്ടും പാടോടാ. ചില്ലു കൊട്ടാരമായി. അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഇനി ഈ കാളരേഖം കേൾക്കേണ്ടി വരൂലല്ല. വാട്സാപ്പിലെ ഫാമിലി ഗ്രൂപ്പില് 2 ഇണക്കുരുകൾ പറന്നു പോകുന്ന ചിത്രം വെച്ചുള്ള ഗുഡ് മോർണിംഗ് ഞാൻ ഇനി എങ്ങനെ അയക്കോടാ? ഗുഡ് മോർണിംഗിന് ഒരു അറുതി വന്നു. അറുതിയാ? പിന്നെ അല്ലാണ്ട് അച്ഛൻ ഗുരി വെച്ച് ഗുഡ് മോർണിംഗ് ഇട്ട് വരുമ്പോ പിറകെ കൊച്ചച്ഛൻ പ്രാവുമായിട്ടുള്ള ഗുഡ് മോർണിംഗ് കൊണ്ടുവന്നു. അതിനുശേഷം കുഞ്ഞമ്മ ചിത്രശലമായിട്ടുള്ള ഗുഡ് മോർണിംഗ് കൊണ്ടുവരാണ്. കുടുംബക്കാരെ ഗുഡ് മോർണിംഗ് തീരുമ്പോ രാത്രിയാവും. പിന്നെ ചന്ദ്രനെ വെച്ചുള്ള ഗുഡ് നൈറ്റിന്റെ വരവല്ലേ. അയ്യോ പോടാ എന്റെ ഫോണ്. അയ്യോ ചില്ല നെഞ്ചി കേറി. ഹലോ സന്ധ്യ, അവിടെ മഴ ഉണ്ടാ? ഇല്ല, ഇവിടെ സൂര്യ ഉച്ചമുളക്ക ഉദിച്ചിരിക്കണം. തന്നെ ഇവിടെ ഭയങ്കര മഴയടി. ഈ പെണ്ണുമുള്ളയുടെ കാര്യം. എന്റെ ചേച്ചിയുടെ വീട്ടിൽ എന്റെ വീട്ടിലോട്ട് 10 അടിയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ മഴ കാണൂലേ? ഇവിടെ വെള്ളം കയറാൻ നല്ല ചാൻസ് ഉണ്ട് ചേച്ചി. അതുകൊണ്ട് ഞാൻ ദിവാകരന്റെ വീട്ടിലോട്ട് പോവാന്ന് വെച്ച്. അവിടെ LED TV ഒക്കെ ഉണ്ടല്ല, നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ഒക്കെ കണ്ടിരിക്കാം. അപ്പൊ നിന്റെ ഭർത്താവ് അങ്ങേർക്ക് ഈ വെള്ളം ഒന്നും ഒരു പ്രശ്നമല്ലേ ചേച്ചി? അതെന്ത്? കാരണം അങ്ങേര് ഫുൾ ടൈം വെള്ളത്തിലല്ലേ. ഇത്ര നേരം സിറ്റ് ഔട്ടിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എങ്ങനെ വെള്ളത്തിൽ ഒലിച്ചു പോയോ ഉണ്ടോ? ചേച്ചി നിങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ ഒളിച്ചു വരണ. ഇങ്ങോട്ടാ? എന്തിനാ? ചൂണ്ടയിലും വല്ല പൊരിച്ച മീനും കൊടുത്തിട്ട് ഓടിക്കും ചേച്ചി. ടച്ചിങ്സ് ആണെന്നും പറഞ്ഞ് ചാടി കടിച്ചോളും. വലിച്ചു കയറ്റണോടി? അയ്യോ വേണ്ട വേണ്ട, അവിടെ എവിടെയെങ്കിലും ഉടക്കിയിട്ടാ മതി. ഞാൻ രാവിലെ വന്ന് എടുത്തോളാം. 45, 46, 25 വയസ്സായിട്ടുണ്ട്. 50 കുടുവ വെച്ച് ഈ ഫോൺ എങ്ങനെ ശരിയാക്കാനാണ്? മെസ്സഞ്ചറിലെ പ്രമീണായിട്ട് ഒന്ന് കൊരുത്തു വന്നതാണ്, എല്ലാം നശിപ്പിച്ച്. അപ്പൊ ഫോൺ ചത്തില്ലേ? നമ്പറാ? ഹലോ, എന്ത് നമ്പറാ? ഹലോ രഘു, നമ്മുടെ ഏരിയയിൽ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അയ്യോ, അപ്പം നമ്മളെ വീട്ടുകാരെയൊക്കെ മാറ്റി പാർപ്പിക്കുകയാണ്. രഘുവിന് വിരോധം ഇല്ലെങ്കിൽ ഒരാളെ രഘുവിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റോ? അതെന്ത് ചോദ്യമാണ് നമ്പറേ? ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് മനുഷ്യപ്പറ്റിക്കൊണ്ട് അവിടുത്തെ ധൈര്യമായിട്ട് കയറി വരാൻ പറ. അവർക്ക് കപ്പയോ കൊഞ്ചോ കരിമീനോ ബീഫോ എന്താന്ന് വെച്ചാൽ കൊടുക്കാം. അടിച്ച് കയറി വരാൻ പറ. അപ്പോ രഘു ഇന്ന് ബീഫ് കഴിക്കാൻ ഞാനും കാണും. അയ്യോ, ഞാൻ ദുബായ് ജോസിന്റെ ക്യാരക്ടർ പിടിച്ചതേ ഉള്ളൂ. വന്നാ കഞ്ഞി പയറും തരാം. അപ്പൊ ശരി രഘു, ഞാൻ ഒരാൾ അങ്ങോട്ട് പറഞ്ഞുവിടാം. മനുഷ്യന്മാരിപ്പൊ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോ സഹായിക്കാനാണ്? കുത്തോളെടുപ്പിക്കോ. ഹലോ വാവാച്ചി, ഞാൻ എത്ര നേരം കൊണ്ട് ചോദിക്കണ് ഒരു ഉമ്മ തരാൻ. ചേട്ടനെ അവനൊന്നും കാണൂല, അവ പൂത്ത ഉറക്കം. നീ മുത്തന്താ. ഞാൻ വെളിയിലോട്ട് ഇറങ്ങട്ടെ. ഇനി താ വാവാച്ചി. സള്ളേ ഭവാനി തള്ള. എന്താ നീ എങ്ങനെ നോക്കണം? സുന്ദരികളായ പെണ്ണുകളെ നീ കണ്ടിട്ടില്ലേ? സുന്ദരിയാ? എന്താ പിടിച്ചില്ലേ? എന്താ രേഖു, ഇന്ന് എവിടെ പോയില്ലേ? വീട്ടിൽ ചൊറി കുത്തി ഇരിപ്പ് തന്നെ. ഇല്ലല്ലേ, മഴയൊക്കെ അല്ലേ. ആരപ്പ ഇങ്ങോട്ട് പോയാ? ഭവാനി തള്ള. അവരെന്ത് ഇവിടെ? എന്തേടി ഒന്നും ഉണ്ടാക്കിയില്ലേ? അടുപ്പിലിരുന്ന് ഊതറേ ഉള്ളൂ. എന്തായാലും വിളിച്ചെന്ന് നോക്കണം. ഞാൻ തന്നെ ഭവാനി. ഹലോ, എങ്ങോട്ട് തള്ളി പിടിച്ചോണ്ട് പോണേ? അത് ചോദിക്കാൻ നീ ആറാ?
ഊളെ. എന്റെ വീട്ടിൽ കയറി എന്നെ ഊളേന്ന്. പിന്നെ വിളിക്കാം അതാരി? കസ്റ്റമർ കെയർ. എടി പെണ്ണുമ്പുള്ള മര്യാദ കളിക്കണം എന്റെ വീട്ടിൽ നിന്ന്. പെണ്ണുമ്പുള്ളയാ? നിന്റെ മറ്റവളെ പോയി വിളിയടാ പെണ്ണുമ്പുള്ളേന്ന്. മറ്റവളെ വിളിക്കാനാ വിളിക്കണ മെമ്പറാ. ഹലോ എന്തോ മെമ്പറേ? ആ രഘു അവിടെ ആരെങ്കിലും വന്നായിരുന്നാ? ഇവിടെ ഇപ്പം ഒരു നരപൂജ വന്നിരിക്കാണ്. ആ നരഭോജി തന്നെ നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ വന്ന അന്തേവാസി. എവിടാ മെമ്പറേ? തനിക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തമ്മിൽ പറഞ്ഞു തീർത്താ പോരെന്നാ. അല്ലെങ്കിൽ എന്നെ രണ്ടാളെ വെച്ച് തല്ലിച്ചാലും മതിയായിരുന്നു. ഞാൻ നിന്ന് കൊണ്ടേനാ. ഇതിപ്പോ മര്യാദക്ക് നടന്നു പോയ ഞണ്ടിനെ പിടിച്ച് എന്റെ നിക്കറിട്ട അവസ്ഥയല്ല. അച്ഛൻ നിക്കറില്ല ഞണ്ട എവിടെ? ബദൽസോൽ മെമ്പറെ, ബദൽസോൽ. ക്ഷമിക്കണം രഘു. വലിയ ഉപകാരം. പട്ടി മെമ്പർ. ഇപ്പൊ ഞാൻ ആരാണെന്ന് മനസ്സിലായടാ ഓന്തരകൂ? മനസ്സിലായി. ഭവാനിത്തള്ള നമ്മളെ കൊലക്കൊടുക്കാൻ വന്നതല്ലേ? ജലജെ, ഭവാനിക്ക് എന്തെന്ന് വെച്ചാ കഴിക്കാൻ കൊടു. ഓ എന്നെ ഊട്ടാൻ പറയാൻ നീ ആരാടാ? എന്റെ തന്തേ. ജലജെ, എന്നാ ഭവാനിക്കൊന്നും കൊടുക്കണ്ട. ഇന്നവൾ പട്ടിണി കിടക്കട്ടെ. എന്നെങ്ങാനും പട്ടിണി കിട്ടാനാണ് എല്ലാത്തിനും ജയിലിൽ കയറ്റി ഞാൻ. ജലജ, നീ എന്തെങ്കിലും കാണിക്കണേ. എനിക്ക് അറിഞ്ഞൂടെ. അച്ഛാ 249 രൂപ റീചാർജ് ചെയ്ത് തരും. പ്ലാൻ കഴിഞ്ഞു. എന്തെങ്കിലും കിടിച്ചോണ്ടിരിക്കണ എന്റെ ഊതൊക്കെ നിർത്തിയാ? എന്റെ ഊതാനല്ല, അടുപ്പിലോട്ട് ഊതാൻ. അപ്പത്തിന് ഉപ്പില്ലയാ? ഇന്നരി മാമി ഉപ്പ്. കറിക്ക് എരിവില്ലയാ? ഇന്നരി മാമി മുളക്. ഇനി മുളവിന് എരിവില്ലാന്ന് പറയോ? മുളവിന് എരിവുണ്ടാണേ നീ തന്നെ നോക്ക്. എന്റെ കണ്ണേ. അയ്യോ എന്റെ ചെറുക്കനെ പോത്താ. ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് ഉറങ്ങും. ഉണക്കണ്ട, പാവം കിടന്ന് ഉറങ്ങട്ട്. ഭവാനി മാമിയാ? സോറി മാമി, എനിക്ക് സോമ്പരാമ്പുലിസം ഉണ്ട്. അതാണ് വീട് മാറിപ്പോയി. സോറിയേ. എന്ത് ചെയ്യരുത്. നീ എവിടെ പോണ്ടാ? അച്ഛന് സോമരാപുലിസം ഉണ്ടാ? അച്ഛായി നമ്മളെ വീടല്ല, ഇത് ഭവാനി മാമിയുടെ വീട്. വരി, നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാം. എടാ ചെണുക്കായി, നമ്മളെ വീട് തന്നെടാ. അവരാണ് ഇങ്ങോട്ട് വന്നത്. അവരെ വീട്ടിൽ വെള്ളം കയറിയെന്ന് അന്തേവാസി. നമ്മളെ വീടാ? എന്നിട്ടാണ് എന്റെ പെട്ടിന്ന് അവർ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ പിടി താഴെട്ടത്. കള്ളക്കളവേ എന്ന് ഞാൻ അച്ഛാ പറഞ്ഞു. ഞാൻ എടാ പോവല്ലടാ, അല്ലെ പോയി വാങ്ങിച്ചിട്ട് വാ. ഭവാനിത്തളേ, ഗുഡ് നൈറ്റ് മാമി. അവർ പാവടച്ച അവരെന്റെ പെട്ടി തന്നെ കിടന്നുറങ്ങട്ട്. അതിഥികളെ സൽക്കരിക്കണം എന്നാണ് പറയാറ്. അല്ലെങ്കിൽ അതിഥികൾ നമ്മളെ കയറി സൽക്കരിക്കും. ഗുഡ് നൈറ്റ് അച്ഛാ. പിന്നെ അച്ഛാ, ഞാൻ ഈ മൂലയിൽ തന്നെ കാണും. അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കരുത്. അച്ഛൻ തന്നെ അങ്ങ് പോയാൽ. ഒരു പ്രാവശ്യം കൂടി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പുറത്ത് മഴ പെയ്ത് തീർന്നപ്പം അകത്ത് വെടിക്കെട്ട് മഴ പെയ്തു തുടങ്ങി. ഭവാനി ചേച്ചിക്ക് കുടിക്കാൻ ചൂടുവെള്ളം കൊണ്ട് വെക്കട്ടെ? ചൂടുവെള്ളം എനിക്ക് വേണ്ട, തണുത്ത വെള്ളം മതി. ഓ, അല്ലെങ്കിൽ എനിക്ക് തണുത്ത വെള്ളം വേണ്ട. ചൂടുവെള്ളത്തിലെ കുറെ തണുത്ത വെള്ളം എടുത്തൊഴിച്ചോണ്ടോ നാട്ടി? ഓ, പക്ഷെ ചൂടുവെള്ളത്തിൽ തണുപ്പില്ലെങ്കിലേ നിന്റെ മോന്തയെ കൂടെ ഞാൻ ചൂടുവെള്ളം കമത്തും. അയ്യോ, എന്തൊരലമ്പ ശബ്ദം ഇത്. ഇവര് കൂർക്കം വലിക്കണത് ബുള്ളറ്റ് ഓട്ടിക്കണം.
പുറത്തെങ്ങാനും പോയി കിടക്കാം. ബുള്ളറ്റ് മാറി ചേതക്കായി. അച്ഛനല്ലേ ഇത്? എന്നതാടാ മക്കളെ നീ വരാൻ വൈകിയേ? അവളവിടെ ബൈക്ക് ഓട്ടിച്ച് കഴിഞ്ഞോ? ഇല്ല അച്ഛാ, ഹിമാലയൻ തേരി കയറിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. വൈകും. ആഹാ. ആഹാ, വണ്ടിയിലെ ഗിയർ മാറ്റി. അമ്മ അവനും കൂടെ ഇവരെ പിടിച്ച് ശാന്തമാമിയുടെ വീട്ടിൽ കിടക്കാൻ പോയല്ലേ അച്ഛാ? യക്ഷ്യം പേടിച്ച് പിശാചിന്റെ കോട്ടിൽ ചെന്ന് കയറി കൊടുത്തിട്ടുണ്ട് 2 എണ്ണം. എന്തരാകുമെന്നു. ഇതാരിപ്പോ കിടന്നു. ഹലോ ഹലോ രഘു, ഞാൻ മെമ്പറാണ്. ആഹാ, വളരെ നല്ല കാര്യം. രഘു ഉറങ്ങിയോ? ഓ, ഉറങ്ങി. ആ ശരി, എന്നാ നാളെ വിളിക്കാം. അയ്യോ രഘു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താണ്? ഭവാനി തള്ള അവിടെ എങ്ങനെയുണ്ട്? നല്ല രസമുള്ളതല്ല. പിന്നെ രഘു, ഏ, ഈ ഭവാനി തള്ള രാത്രി കിടന്നുറങ്ങുമ്പോ ചില വിചിത്രമായ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. ആഹാ. അങ്ങനെ എന്തെങ്കിലും? ഏയ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ല പാവം കൊച്ചി. സരസന്റെ ആരാ? മെമ്പറെ, ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. എണീറ്റാണ് വീട്ടിനകത്തുണ്ടേ. ആരാ പാട്ട് പാടുന്നത്? അതാ ഭവാനിയുള്ള തേരി അറിയുന്നത്. അതൊന്നുമല്ല, നീ എണീറ്റാണ്. എന്നീറാ സരസന്റെ ആരാ? ഭവാനി തള്ള എന്ത് എണീറ്റിരിക്കണ? ഭവാനി, ഇവരെ കാലിൽ ചിലങ്കിയൊന്നുമില്ലല്ല. മിമിക്രി കാണിക്കണവര്. ഭവാനി പോയി കിടന്നുറങ്ങ്. സമയം ഒരുപാടായി. നാളെ രാവിലെ വീട്ടിൽ പോവേണ്ടതല്ലേ? സരസന്റെ ആരാ? കാമദേവനീശ്വരൻ, നാമദേവനീശ്വരൻ. അച്ഛൻ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയി കിടന്നുറങ്ങട്ടാ. രാമനോ സീതയോ ആരാ? ഇവരിതെന്തിത്? താം തരികട, ധീം തരികട, ധം തരികട, ധൂം തരികട. താം തരികട, തീം തരികട, ധൂം തരികട, ധം തരികട. അച്ഛാ, എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞോടാ. കൂടെ നിന്നോ. തരികട, തിത്തി തരികട, ധൂം ധൂം തരികട, ധം ധം തരികട. തത്ത തരികട, തിത്ത തരികട, തുതു തരികട, തുതു തരികട. ആ, നമ്മളെ വരുതിയിലായി. ഇനിയാണ് രസം. തമിഴകമാകയും ശൃംഗാരറാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി. വാ, തമിഴകമാകയും ശൃംഗാരറാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി. പെട്ടെന്ന് തമിഴകമാകയും ശൃംഗാരറാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി. തമിഴകമാകയും ശൃംഗാര മിക്സ് മറന്നു. അങ്കനാമ മൗലിമണി തിങ്കളാഴ്ച ജാകുന്നേനെ രാമനല്ലി മനോഹരി മുഖനാമ മൗലിമണി മാണിക്യവാസന. ഡാൻസ് കളിക്കാതെ വിളിച്ച് മെമ്പറിന്റെ അടുത്ത് കാര്യം പറയടാ. മാണിക്യവാസന. ഹലോ മെമ്പറെ, നിങ്ങൾ പറഞ്ഞ ശരി തന്നെ. ആ ഭവാനി തള്ള വിചിത്രമായ എന്തൊക്കെ ചെയ്യണം. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. മാണിക്യവാസന. എടാ പോപ്പേ, ഞാൻ കളിച്ച് കളിച്ച് ജംഗ്ഷനിലെത്തിയടാ. വിളിച്ച് പറയടാ. അയ്യോ അച്ഛാ.